നമസ്കാരം. നമ്മൾ ഡോക്ടർ ഹാരിസുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് കേട്ട ഒരു പേരാണ് ഡോക്ടർ കഫീൽ ഖാൻ. കഫീൽ ഖാൻ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ BRD ഹോസ്പിറ്റലിൽ ഓക്സിജന്റെ അഭാവം മൂലം കുറെ കുട്ടികൾ മരിക്കാൻ ഇടയുണ്ടായി. അന്ന് ഓക്സിജൻ എത്തിക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിയ ഒരു ഡോക്ടറാണ് ഡോക്ടർ കഫീൽ ഖാൻ. ആദ്യം ഡോക്ടർ ഹാരിസിനെ പോലെ തന്നെ ഒരു ഹീറോ പരിവേഷമൊക്കെ അദ്ദേഹത്തിന് നൽകിയിരുന്നെങ്കിലും പിന്നീട് പല ആരോപണങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തെ ജയിലിലടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അവസാനം അദ്ദേഹം കുറ്റവിമുക്തനായി ജയിൽമോചിതനായെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന ജയ്പൂരിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ദന്ത ഡോക്ടറാണ്. അവരുടെ ചെലവിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. അതേപോലെ തന്നെ ഡോക്ടർ ഓൺ റോഡ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ചും വരുന്നു. നമ്മുടെ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ച് നമ്മൾ കേരളക്കരെ ഒന്നാകെ പാർട്ടി നോക്കാതെ ജാതിമത ഭേദമന്യേ അദ്ദേഹത്തിന്റെ പുറകിൽ നമ്മൾ നെടും തൂണ് പോലെ നിന്നതുകൊണ്ട് മാത്രമാണ് ഗവൺമെന്റിന്റെ അവരുടെ അന്വേഷണങ്ങളിൽ നിന്നും മറ്റ് നടപടികളിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നത്. ശരിക്കും ശ്രീ നവീൻ ബാബു ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള സമയം തന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ജീവൻ കൊടുക്കേണ്ടിയാണ് വന്നത്. പക്ഷേ ഇപ്പോഴും അത് വിചാരണകൾ തന്നെ തുടരുകയുമാണ്. അപ്പം നമ്മൾ തിന്മയ്ക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പോരാടും എന്നുള്ളതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ ഹാരിസ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെല്ലാവരും കൊടുത്ത പിന്തുണ കൊണ്ട് ഒന്ന് മാത്രമാണ് അദ്ദേഹം ഇപ്പം ജീവനോടെ ഇരിക്കുന്നതും അദ്ദേഹത്തിന് സർവീസിലെത്തും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദുഃഖം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ തന്നെ അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളൊരു സങ്കട വാർത്ത അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ആയിട്ട് നമ്മളെ മാധ്യമങ്ങളോട് പറയുണ്ടായി. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു നന്മയുള്ള മനുഷ്യനാണെങ്കിൽ ആ നന്മയുള്ള മനുഷ്യൻ്റെ നന്മയ്ക്ക് പുറകെ തന്നെ അത് എത്ര വലിയവനായും നിൽക്കാൻ നമുക്കുള്ള ഒരു ചങ്കൂറ്റം അവർക്കതില്ലാതെ പോയി. അതായത് അവർക്ക് പറയുന്നതനുസരിച്ച് തുള്ളുന്ന ഒരു പാവയെ പോലെ ഉള്ള ചങ്കൂറ്റമേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അതല്ലായിരുന്നു ഹാരിസ് ഡോക്ടർ നമ്മളെ തെളിയിച്ചു തന്നു. ഇനിയും ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ഇതേപോലുള്ള നന്മയ്ക്ക് കൂടെ തന്നെ നിൽക്കുമെന്നുള്ളതിന് ഉറപ്പാണ് ഡോക്ടർ ഹാരിസ്. പക്ഷേ അതായിരുന്നില്ല ശ്രീ നവീൻ ബാബുവിൻ്റെയും ഡോക്ടർ കഫീൽ ഖാൻ്റെയും അവസ്ഥ. പക്ഷേ ഇനിയാണെങ്കിലും നമുക്കിതൊരു പ്രചോദനം തന്നെയാണ്. ഒരു തിന്മ കണ്ടാൽ നമുക്കതിനെതിരെ നിൽക്കാനുള്ള ചങ്കൂറ്റം നമ്മൾ ജനങ്ങൾ കൊണ്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുത്ത ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ ഹാരിസ്.